മണലൂർ പഞ്ചായത്തിൽ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ജനവിരുദ്ധ പ്രവർത്തനങ്ങളിലും അഴിമതിയിലും പ്രതിഷേധിച്ച് LDF ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് LDF നേതാക്കൾ ജനപ്രതിനിധികളും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ മാസം 24-ന് പഞ്ചായത്ത് ഓഫീസിലേക്ക് ജനകീയ മാർച്ച് നടത്തും. പഞ്ചായത്തിലെ ഭരണ പ്രതിപക്ഷ അംഗങ്ങളെ അവഗണിച്ചാണ് പ്രസിഡന്റ് ഏകാധിപത്യ രീതിയിൽ തെറ്റായ വിധം ഭരണം നടത്തി കൊണ്ടുപോകുന്നത് എന്ന് ജനപ്രതിനിധികൾ പറഞ്ഞു. പഞ്ചായത്തിലെ ഭരണ പ്രതിപക്ഷ അംഗങ്ങളെ അവഗണിച്ചാണ് പ്രസിഡന്റ് ഏകാധിപത്യ രീതിയിൽ തെറ്റായ വിധം ഭരണം നടത്തി കൊണ്ടുപോകുന്നത്. പഞ്ചായത്തിലെ രാജിവെച്ച താൽക്കാലിക ഡ്രൈവർ പ്രസിഡന്റിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് നേരത്തെ പത്രസമ്മേളനം നടത്തി പുറത്തുവിട്ടത്. പഞ്ചായത്ത് ഓഫീസ് നവീകരണത്തിന്റെ മറവിൽ സാമ്പത്തിക ധൂർത്താണ് നടത്തിയത്. ഭരണകക്ഷിയിൽ ഉൾപ്പെട്ട വനിതയായ മുൻ വൈസ് പ്രസിഡന്റിന് നേരെയും മോശം പരാമർശം നടത്തി. സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ പ്രസിഡന്റിനെതിരെ കേസെടുക്കണം. പ്രസിഡന്റ് രാജിവെക്കുന്നതുവരെ LDF പ്രക്ഷോഭം നടത്തും. പഞ്ചായത്ത് റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, തെരുവിളക്ക് കത്തിക്കാൻ നടപടി കൈക്കൊള്ളുക, ക്രിമിറ്റോറിയം നല്ല രീതിയിൽ പ്രവർത്തിക്കുക, വഞ്ചിക്കടവ് കുടിവെള്ള പദ്ധതി പൂർത്തീകരിക്കുക, താനാപ്പാടത്ത് കൃഷി നടത്താനുള്ള തടസ്സം നീക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചാണ് സമരം. 24-ന് രാവിലെ നടക്കുന്ന പഞ്ചായത്ത് ഓഫീസ് മാർച്ച് മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് നേതാക്കൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത്, പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ, CPM ലോക്കൽ സെക്രട്ടറി KV ഡേവിസ്, CPI നേതാവ് MR മോഹനൻ, ജനതാദൾ ജില്ലാ വൈസ് പ്രസിഡന്റ് TD ജോസ് എന്നിവർ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തന്നെയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ആ നേതൃത്വം കൊടുക്കുന്നത് അവരുടെ ഭരണകക്ഷിയിലുള്ള ആളുകൾക്ക് തന്നെ വലിയ എതിർപ്പുണ്ട്. ആ എതിർപ്പുകൾ വകവയ്ക്കാതെ തന്നെ മറ്റ് പ്രതിപക്ഷത്തിന്റെ വാക്കുകളെ വകവയ്ക്കാതെയും ഏകപക്ഷീയമായ രീതിയിലുള്ള പ്രവൃത്തിയുമായിട്ടാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ കുറെ നാളുകളായി കൂടെ നടന്ന് ജോലി ചെയ്തിരുന്ന രജിത്ത് എന്ന് പറയുന്ന ഡ്രൈവർ, അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ കേട്ടത്. എനിക്ക് അനുഭവിക്കേണ്ടി വന്ന ഇത്രയും നാളിനിടയിൽ എനിക്ക് അനുഭവിക്കേണ്ടി വന്ന യാതനകളെ കുറിച്ചാണ് അദ്ദേഹം അവിടെ പറഞ്ഞത്. എഴുതി ലോഗോ ബുക്ക് എഴുതിക്കുകയും അദ്ദേഹത്തിന് അന്ന് വണ്ടി ഓടിച്ചിട്ടുണ്ട് എന്ന് കൃത്രിമമായ രീതിയിൽ അവിടെ പഞ്ചായത്തിൽ രേഖയുണ്ടാക്കുകയാണ്. എന്നിട്ട് മാസം ഈ ഡ്രൈവറുടെ പൈസ ശമ്പളത്തിലൂടെ ഈ പൈസ വരുമ്പോൾ ഈ 4 ദിവസത്തെ പൈസ അദ്ദേഹം കൃത്യമായി എണ്ണി പഞ്ചായത്ത് പ്രസിഡന്റ് കൊടുക്കുന്നു എന്ന് പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് വലിയ രീതിയിലുള്ള അഴിമതിയും അതിന് സത്യപ്രതിജ്ഞാ ലംഘനമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തിയിട്ടുള്ളത്.